Good morning, students. Queuing theory, customers' behavior. We have already discussed in the previous class queuing theory. Queuing theory means waiting line theory. Different business applications are also introduced the queuing theory, and its general application like medicine, traffics, etc. are generally applied in the queuing theory, and manufacturing unit, banking, restaurant, etc. different business units are also introduced the waiting lining theory or queuing theory. Different terms related to customers' behavior. First, bulking. Bulking means customers to join a queue. Second, collusions. Number of customers, but only one person may join queue on behalf of other customers. Third, ranking. So, and there are impatient customers. Next, joking. Some customers may change their position from one queue to another queue in a multiple service center. ഇപ്പോൾ കസ്റ്റമർ ബിഹേവിയർ ആയിട്ടുള്ള 2-3 ടേംസുകളാണ്. ജസ്റ്റ് ക്ലാസ്സിൽ റെഗുലർ ക്ലാസ് ആണെങ്കിൽ, ഫേസ് ടു ഫേസ് ക്ലാസ് ആണെങ്കിൽ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാലും നോക്കാം. ബാൾക്കിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ടു ജോയിൻ എ ക്യൂ. കസ്റ്റമേഴ്സ് ഒരു ക്യൂവിൽ ജോയിൻ ചെയ്യുന്നതിനാണ് ബാൾക്കിംഗ് എന്ന് പറയുന്നത്. കൊലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ബട്ട് ഓൺലി വൺ പേഴ്സൺ മേ ജോയിൻ എ ക്യൂ ഓൺ ബിഹാഫ് ഓഫ് അതർ കസ്റ്റമേഴ്സ്. മറ്റുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, പക്ഷെ ഒരാൾ മാത്രം ക്യൂവിൽ നിൽക്കുക മറ്റുള്ളവർക്ക് വേണ്ടി. ഫോർ എക്സാമ്പിൾ, നമ്മൾ 5 പേര് തിയേറ്ററിൽ ഫിലിം കാണാൻ പോവുകയാണെങ്കിൽ ഒരാൾ ക്യൂവിൽ നിന്നിട്ട് ബാക്കി 4 പേർക്കും എന്ത് ചെയ്യാറുണ്ട്, ടിക്കറ്റ് എടുക്കാറില്ലേ? അതിനാണ് കൊലൂഷൻ എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് ക്യൂ. ശരിക്കും 5 പേര് നിൽക്കേണ്ടതായിരുന്നു, പക്ഷെ 4 പേര് നിൽക്കാതെ ഒരാൾ മാത്രം നിന്നിട്ട് എന്ത് ചെയ്യുക, ടിക്കറ്റ് എടുക്കുക. നെക്സ്റ്റ്, റാങ്കിങ്. RENEGING. There are impatient customers ആണ്. ഫോർത്ത്, ജോക്കിംഗ്. ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം കസ്റ്റമേഴ്സ് മേ ചേഞ്ച് ദർ പൊസിഷൻ ഫ്രം വൺ ക്യൂ ടു അനദർ ക്യൂവിനെ മൾട്ടിപ്പിൾ സർവീസ് സെന്റർ. ഇപ്പോൾ മൾട്ടിപ്പിൾ സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ ഒരു കസ്റ്റമർ, ചില കസ്റ്റമേഴ്സ് ഒരു ക്യൂവിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ക്യൂവിലേക്ക് പോകും. അപ്പോൾ നമ്മൾ 2 ക്യൂ ഉണ്ട് ഒരേപോലെ പോകുന്നത്. അപ്പോൾ ഒരു ക്യൂ വളരെ ഫാസ്റ്റ് ആയിട്ട് നീങ്ങുകയാണ്, ഒരു ക്യൂ സ്ലോ ആയിട്ട് നീങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഈ സ്ലോ ആയിട്ട് നീങ്ങുന്ന ക്യൂവിലെ കസ്റ്റമർ ഓട്ടോമാറ്റിക്കലി എവിടത്തേക്ക് പോകും? ഫാസ്റ്റ് ആയിട്ട് നീങ്ങുന്ന ക്യൂവിലേക്ക് നമ്മൾ മൂവ് ചെയ്യാറില്ലേ? അതിനെയാണ് ജോക്കിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ഔട്ട്ലെറ്റ്. ഇതൊക്കെ ടേംസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. എക്സിറ്റ് ഫ്രം ദ സിസ്റ്റം. ആ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ അതിനെ ഔട്ട്ലെറ്റ്സ് എന്ന് വിളിക്കും. നെക്സ്റ്റ്, സിസ്റ്റം. System is a whole situation being considered for arrival to exist. നമ്മൾ ഒരു ഹോൾ സിറ്റുവേഷനിൽ നിന്ന് മുഴുവൻ സിസ്റ്റവും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അറൈവൽ തൊട്ടിട്ട് നമ്മൾ ആ സിസ്റ്റത്തിലെ മുഴുവൻ സർവീസും കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ലേ, അതുവരെയുള്ള മൊത്തം ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് എക്സിസ്റ്റ്. മറ്റൊന്നാണ് ജനറൽ സ്ട്രക്ചർ ഓഫ് ക്യൂയിങ് സിസ്റ്റം. ഇങ്ങനെയാണ് ഒരു ക്യൂ ഉണ്ടാവുക. ഇൻപുട്ട് പോപ്പുലേഷൻ ഉണ്ടാവും, അറൈവൽ പ്രോസസ് ആ ഏറോട്ട വഴി ഉണ്ടാവും. പിന്നെ ഒരു ബോക്സിൽ 4 സർക്കിൾ കാണുന്നില്ലേ, അതാണ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഒരാൾ കഴിഞ്ഞ് അടുത്ത ഒരാൾ, അടുത്ത ആൾ കഴിഞ്ഞ് അടുത്ത ആൾ. അപ്പോൾ 4 സർക്കിൾ എപ്പോഴും അതിന്റെ ക്യൂവിന്റെ ഒരു സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ക്യൂ ഇങ്ങനെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, ആരോ പോകുന്ന ഒരു സർവീസ് സിസ്റ്റത്തിൽ, ഒരു സ്ക്വയർ ബോക്സ് പോകുന്ന സർവീസ് സിസ്റ്റമാണ് അവിടെ സർവീസ് മെക്കാനിസം. നമ്മൾ എല്ലാവരും ക്യൂ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സർവീസിന് വേണ്ടി. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ ആ ബാങ്കിൽ ഒന്നിലെ ഡെപ്പോസിറ്റ് ചെയ്യാൻ, അല്ലെ വിഡ്രോ ചെയ്യാൻ, അല്ലെ വേറെ എന്തെങ്കിലും ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സർവീസ് ഫെസിലിറ്റി അല്ലെ സർവീസ് സിസ്റ്റമാണ് ആ ഒരു സ്ക്വയർ ബോക്സിൽ കാണുന്നത്. അപ്പോൾ സർവീസ് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഓടിച്ചാടി ഇറങ്ങുക ചെയ്യുക അല്ല, എക്സിറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ ക്യൂ ബേസിലാണ്. ആദ്യം പോയാൽ ആദ്യം വരും, അവസാനം പോയാൽ ചിലപ്പോൾ ആദ്യം വരുമായിരിക്കും. എന്നാലും ആ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചറാണിത്. ഓക്കെ. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ദ സർവീസ് സിസ്റ്റം. ഒരു സർവീസ് സിസ്റ്റത്തിന് 4 സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ്, എ സിംഗിൾ സർവീസ് ഫെസിലിറ്റി. സെക്കൻഡ്, മൾട്ടിപ്പിൾ ഓർ പാരലൽ സർവീസ് സിംഗിൾ ക്യൂ മോഡൽ. തേർഡ്, മൾട്ടിപ്പിൾ പാരലൽ ഫെസിലിറ്റി വിത്ത് മൾട്ടിപ്പിൾ ക്യൂ. ഫോർത്ത്, സർവീസ് ഫെസിലിറ്റി ഇൻ എ സീരീസ്. ഒന്നാമത്തത് എ സിംഗിൾ സർവീസ് ഫെസിലിറ്റി. ഒരു സിംഗിൾ സർവീസ് ഫെസിലിറ്റി ആണെങ്കിൽ സിംഗിൾ സെർവർ ആൻഡ് സിംഗിൾ ക്യൂ മോഡൽ. ഒരു സെർവറും ഒരു ക്യൂവും. അതാണ് ആ പിക്ചർ നമ്മൾ കണ്ടത്. എറൈവൽ ക്യൂവില് 1 2 3 4 ആൾക്കാർ അറൈവ് ചെയ്യുന്നത്. എന്നിട്ട് ആ ക്യൂ പോകുന്ന ഒരു സ്ക്വയർ ബോക്സിലാണ്. ആ സ്ക്വയർ ബോക്സ് സർവീസ് ഫെസിലിറ്റി ആണ്. സർവീസ് ഫെസിലിറ്റി കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുന്നത് ക്യൂ ബേസിൽ തന്നെയാണ്, എക്സിറ്റ് ബോക്സിലൂടെ. അപ്പോൾ ഒരു ക്യൂ ഉണ്ട്, ഒരു സർവീസ് ഫെസിലിറ്റി ഉണ്ട്. സെക്കൻഡ്, മൾട്ടിപ്പിൾ പാരലൽ സർവേഴ്സ് സിംഗിൾ ക്യൂ മോഡൽ. ഒരൊറ്റ ക്യൂവേ ഉള്ളൂ, പക്ഷെ എന്താണ്, ഒന്നിൽ കൂടുതൽ
സർവീസ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ബാങ്കിൽ ഒരൊറ്റ എറൈവലും ഒരു ക്യൂവും ഒരു സർവീസ് ഫെസിലിറ്റിയും ആണെങ്കിൽ നമുക്കതിനെ സിംഗിൾ സെർവർ സിംഗിൾ മോഡൽ എന്ന് പറയും. ഒരു ബാങ്കിൽ തന്നെ ഒരു ബാങ്കിൽ ഒരൊറ്റ ക്യൂ ആണ്. ആ ക്യൂവിലൂടെ നമുക്ക് 4 കൗണ്ടറിലേക്ക്, ഫസ്റ്റ് കൗണ്ടർ, സെക്കൻഡ് കൗണ്ടർ, തേർഡ് കൗണ്ടർ, ഫോർത്ത് കൗണ്ടർ, 4 കൗണ്ടറിൽ നമുക്ക് സർവീസ് ഫെസിലിറ്റി അലവബിൾ ആണ്. 4 കൗണ്ടറൊന്നും ആൾക്കാർ ഓരോ കൗണ്ടർ ബേസിൽ കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് മൾട്ടിപ്പിൾ പാരലൽ സർവേഴ്സ് സിംഗിൾ ക്യൂ. ഒരു ക്യൂ ആണ്, ഓരോരുത്തർക്കും ഓരോ ടോക്കനാണ്. ഫസ്റ്റ് ടോക്കൺ എടുത്ത ആൾക്ക് 1ാമത്തെ കൗണ്ടർ, സെക്കൻഡ് ടോക്കൺ എടുത്ത ആൾക്ക് 2ാമത്തെ കൗണ്ടർ, തേർഡ് ടോക്കൺ കിട്ടിയാൽ 3ാമത്തെ കൗണ്ടർ, 4ാമത്തെ ടോക്കൺ കിട്ടിയാൽ 5ാമത്തെ കൗണ്ടർ. ബാങ്കിൽ കണ്ടില്ലേ കൗണ്ടർ നമ്പർ വാങ്ങിക്കുന്നത്? അപ്പോൾ ഒരൊറ്റ ക്യൂ, പക്ഷെ അതിന്റെ സർവീസ് ഫെസിലിറ്റി 4 സർവീസ് ഫെസിലിറ്റി അല്ലെ മൾട്ടിപ്പിൾ സർവീസ് ഫെസിലിറ്റി. എക്സിറ്റ് ചെയ്യുന്നു മൾട്ടിപ്പിൾ. അപ്പോൾ അറൈവൽ 1 ക്യൂ ആൻഡ് 4 സർവീസ് ഫെസിലിറ്റി ആൻഡ് 4 എക്സിറ്റ് is the multiple parallel server single queue model. Third, multiple parallel facilities with multiple queue. അപ്പോൾ മൾട്ടിപ്പിൾ ക്യൂ, മൾട്ടിപ്പിൾ അറൈവൽസ് ആൻഡ് മൾട്ടിപ്പിൾ ക്യൂസ് ആൻഡ് മൾട്ടിപ്പിൾ സർവീസ് ഫെസിലിറ്റി, മൾട്ടിപ്പിൾ എക്സിറ്റ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു തിയേറ്ററിൽ ഫിലിമിനെ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു തിയേറ്ററിൽ 4 ക്യൂ ഉണ്ടാവും, 2 കൗണ്ടർ ഉണ്ടാവും. 2 കൗണ്ടറിൽ 4 ക്യൂ ഉണ്ടാവും, ലേഡീസ് ജെൻസ്. സെക്കൻഡ് കൗണ്ടറിലും ലേഡീസ് ജെൻസ്. അപ്പം 4 ക്യൂ. എക്സാമ്പിൾ മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുകയാണെ, 4 ക്യൂ, 4 അറൈവൽസ്, 4 ക്യൂ ഉണ്ട്. 4 ക്യൂ ഉണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 4 ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ 1ാമത്തെ കൗണ്ടറിൽ 2 സർവീസ് ഫെസിലിറ്റി ഉണ്ട്. 2 വ്യക്തികൾ ഉണ്ടാവുമായിരിക്കും ടിക്കറ്റ് തരുന്നത്. അപ്പോൾ 2 സർവീസ് ഫെസിലിറ്റി ഉണ്ട്. 2ാമത്തെ കൗണ്ടറിൽ 2 സർവീസ് ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ടോട്ടൽ 4 സർവീസ് ഫെസിലിറ്റിയും ടോട്ടൽ 4 ക്യൂ ഉണ്ട്. നമ്മൾ ഫിലിമിന്റെ അല്ലെങ്കിൽ സർവീസ് ഫെസിലിറ്റി കിട്ടിയിട്ട് നമ്മളെ തിയേറ്ററിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് എക്സിറ്റിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ ദെൻ ഈ ഫെസിലിറ്റിയാണ് മൾട്ടിപ്പിൾ ക്യൂ ആൻഡ് മൾട്ടിപ്പിൾ സർവീസ് ഫെസിലിറ്റി. അതിനെയാണ് മൾട്ടി പാരലൽ ഫെസിലിറ്റി വിത്ത് മൾട്ടി ക്യൂ എന്ന് പറയുന്നത്. ഫോർത്ത്, സർവീസ് ഫെസിലിറ്റീസ് ഇൻ എ സീരീസ്. അറൈവൽ 1 ക്യൂ, ദെൻ സർവീസ് സ്റ്റേഷൻ, ദെൻ ക്യൂ, ദെൻ സർവീസ് സ്റ്റേഷൻ, എക്സിറ്റ്. ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുക ഒരു എക്സിബിഷൻ. ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഒരു എക്സിബിഷൻ വെച്ചപ്പോൾ 4 റൂമുകളിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്സിബിഷൻ ഡീറ്റെയിൽസുകളൊക്കെ എൻ്റർ ചെയ്ത് വെച്ച കൊമേഴ്സ് എക്സിബിഷൻ ആണ്. അപ്പോൾ കൊമേഴ്സ് എക്സിബിഷൻ വെച്ചപ്പോൾ 4 റൂമിലായിട്ടാണ് നമ്മൾ കോളേജിൽ അറേഞ്ച് ചെയ്ത് വെച്ചത്. അങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് റൂമിൽ കയറണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്യൂ നിൽക്കണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് റൂമിൽ സർവീസ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്ത്, അല്ലെ ഫസ്റ്റ് റൂമിൽ കയറി എല്ലാം കണ്ട്. ദെൻ സെക്കൻഡ് റൂമിൽ കയറുമ്പോഴോ നമ്മൾ കോടി കയറാൻ പറ്റുമോ? ഇല്ല. അടുത്ത റൂമിൽ കയറുമ്പോൾ നമ്മൾ ക്യൂ നിൽക്കണം. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് റൂമിൽ സർവീസ് ഫെസിലിറ്റി കിട്ടി. ദെൻ തേർഡ് റൂമിൽ, ഫോർത്ത് റൂമിൽ, ഇതേപോലെ 4 റൂമുണ്ട്. 4 റൂമിൽ നമ്മൾ സീരീസ് ആയിട്ട് ക്യൂ നിൽക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്യും. സോ സച്ച് ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ഈസ് നോൺ ആസ് സർവീസ് ഫെസിലിറ്റീസ് ഇൻ എ സീരീസ്. First of all to arrive, then queue, then service facility, then queue, then service facility, last exit. So 4 types of structure of service system. First arrival, 1 queue, 1 service facility. So such a model, single service facility, single server, single queue. Second, 1 queue, multiple service facility and multiple exits. So it's known as multiple parallel server, single queue model. Third, multiple queues and multiple service facility, multiple exits. So it's known as multiple parallel facility with multiple queue. Fourth, service facilities in a series. 1 queue, then service station, then queue, then service station, last exit. The next, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്യൂയിങ് സിസ്റ്റം. ഒരു ക്യൂയിങ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോബ്ലം ചെയ്യാനുള്ള കുറച്ച് കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ്, ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ LQ. ക്യൂ ലെങ്തിനെ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ എന്ന് പറയും. ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. സെക്കൻഡ്, സിസ്റ്റം ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LS കൊണ്ടാണ്. സിസ്റ്റം ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് LS ആണ്. സിസ്റ്റം ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? LS ആണ്. LS എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. ആ സിസ്റ്റത്തിലെ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിസ്റ്റം ലെങ്ത് LS. തേർഡ്, വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ, WQ. വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ മീൻസ് ആവറേജ് ടൈം ദാറ്റ് എ കസ്റ്റമർ ഹാസ് ടു വെയിറ്റ് ദ ക്യൂ. ആവറേജ് ടൈം ദാറ്റ് എ കസ്റ്റമർ ഹാസ് വെയിറ്റ് എ ക്യൂ. ഒരു ക്യൂവിൽ കസ്റ്റമർ ആവറേജ് ടൈം വെയിറ്റ് ചെയ്യുന്നതിന് വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ, WQ എന്ന് പറയും.
Next, fourth, total time in the system, WS. Total time in the system, that means average time of customers spend in the system. Average time customer spend ഈ സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ടോട്ടൽ ടൈം ഇൻ ദ സിസ്റ്റം WS കണ്ടുപിടിക്കും. ഫിഫ്ത്ത്, യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓർ ട്രാഫിക് ഇൻറ്റൻസിറ്റി. Traffic intensity or utilization factors, that means it indicate the rho, RHO. Rho ആയിട്ടാണ് പറയുക, RHO. Rho is equal to lambda divided by mu. മേലത്തെ സൈനിനെ ലാംഡ എന്നും താഴത്തെ സൈനിനെ മ്യൂ എന്നും പറയും. അപ്പോൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓർ ട്രാഫിക് ഇൻറ്റൻസിറ്റീസ് ഓർ റോ, റോ പറയാം പി എന്ന് പറയുന്ന സൈന, പി എന്ന് പറയുന്ന സൈനിനെ വിളിക്കുന്ന RHO, റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ദ നെക്സ്റ്റ്, സർവീസ് ഐഡിൽ ടൈം. സർവീസ് ഐഡിൽ ടൈം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് സർവീസ് ഐഡിൽ. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓപ്പറേറ്റിംഗ് ഓഫ് എ ക്യൂയിങ് സിസ്റ്റം. ഒന്ന്, ക്യൂ ലെങ്ത്, ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ക്യൂ, LQ. നെക്സ്റ്റ്, സിസ്റ്റം ലെങ്ത്, LS. LS എന്ന് പറഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. തേർഡ്, വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ, WQ. ആവറേജ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് ഹാസ് വെയിറ്റ് ദി ക്യൂ. ഫോർത്ത്, ടോട്ടൽ ടൈം ഇൻ ദ സിസ്റ്റം, WS. Average time that a customer spend in the system. Fifth, utilization factor or traffic intensity that indicate rho is equal to lambda divided by mu. Last, service idle time. The next, symbols and notion. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിംബിൾസ് നോഷൻസ് ആണ്. സിംബിൾസ്, N is equal to total number of customers in the system. Then അടുത്ത സിമ്പിൾ ലാംഡയാണ്. അത് ഈ സിമ്പിളിനെ വായിക്കുക ലാംഡയാണ്. Lambda is equal to arriving rate of customers arriving per unit of time. Arrival rate of customers arriving per unit of time. Customers arrival na arriving rate നെ വിളിക്കുന്ന പേരാണ് ലാംഡ. LS എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. LS നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം അല്ലെങ്കിൽ ഏവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. LQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ expected number of customers waiting in the queue. Expected number of customers waiting in the queue അല്ലെങ്കിൽ average number of customers waiting in the queue. Expected number അല്ലെ average number എന്ന് പറയും. WS, average waiting time both waiting and service. WS എന്ന് പറഞ്ഞാൽ average waiting time both waiting and service അല്ലെങ്കിൽ WS എന്ന് പറഞ്ഞാൽ average time that a customer spend the system. WQ എന്ന് പറഞ്ഞാൽ ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് എ കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് എ കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ഇൻഡിക്കേറ്റ് WQ അല്ലെങ്കിൽ ആവറേജ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റ് ഇൻ ദ ക്യൂ എന്ന് പറയും. അടുത്തത് റോ. റോ ആണ് പി എന്ന് കാണുന്നില്ല, ചെരിച്ച് പി എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റോ, RHO. എന്താ വിളിക്കുക? റോ, RHO. റോ ഈസ് ഈക്വൽ ടു ട്രാഫിക് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ലാംഡ എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് അറൈവൽ ഡിവൈഡ് ബൈ മ്യൂ എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് ഓഫ് സർവീസ്. നെക്സ്റ്റ്, മ്യൂ ഈസ് ഈക്വൽ ടു മീൻ. അപ്പോൾ ഓരോന്നിൻ്റെ സിമ്പിൾ നോക്കിയോ. N ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. Lambda is equal to arrival rate of customers arriving per unit of time. LS is equal to expected number of customers in the system. Average number of customers in the system. LQ is equal to expected number of customers waiting in the queue. WS is equal to average waiting time both waiting and service. WQ is equal to average waiting time of a customers in the queue. Rho or P is equal to traffic intensity is equal to lambda divided by mu, that is average rate of arrival divided by average rate of service. Mu is equal to mean. ഇതിനകത്ത് വരുന്നത് classification of queuing model. Queuing model mainly classified into three. First one, probability queuing model. Second, deterministic model. Third, mixed queuing model. പ്രോബബിലിസ്റ്റിക് ക്യൂയിങ് മോഡൽ എന്നുള്ള പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട്, അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക. പ്രോബബിലിറ്റിക്ക് ക്യൂയിങ് മോഡൽ പ്രോബബിലിറ്റിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്യൂ ചെയ്യാണ്. അപ്പം അതിനകത്ത് 9 മോഡൽ ഉണ്ട്. ഫസ്റ്റ് മോഡൽ എർനാങ് മോഡൽ എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു കോഡ് ഉണ്ട്, M/M/I/FCFS/infinity ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി അല്ലെ infinity/infinity. അപ്പോൾ FCFS നമുക്കറിയാം, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. സെക്കൻഡ് മോഡൽ ജനറൽ എർലാങ് മോഡൽ. തേർഡ് മോഡൽ ജനറൽ മോഡലിന്റെ കോഡ് M/M/I ഈസ് ടു FCFS അറിയാലോ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് /infinity/infinity. തേർഡ് മോഡൽ
ഇതിൻ്റെ കോഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. M/M/I is to SIRO/infinity and infinity. Model 4 M/M/I is to FCFS/N/infinity. Fifth, model 5 M/M/I is to FCFS/N/M. Model 6 M/M/C is to FCFS/infinity/infinity. Model 7 M/EK/I is to FCFS/infinity/infinity. Model 8 M/M/I is to GD/N/N. Model 10 M/M/C is to GD/M/N. ഇത് മോഡൽ ജസ്റ്റ് ഓർത്ത് മതി. പ്രോബബിലിറ്റിക് മോഡലിൽ 9 മോഡൽ ഉണ്ട്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ. ഡിറ്റർമിനിസ്റ്റിക് മോഡലിലെ ഫസ്റ്റ് 10ാമത്തെ മോഡലാണ്. 10ാമത്തെ മോഡലിന്റെ കോഡ് DD. ഡിറ്റർമിനിസ്റ്റിക് മോഡലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന DDI is to FCFS ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് /infinity/infinity. ഇൻഫിനിറ്റി ആണ് അതിന്റെ വാല്യൂ, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. തേർഡ് മോഡൽ മിക്സഡ് ക്യൂയിങ് മോഡൽ. മോഡൽ 11 11ാമത്തെ മോഡലാണ് മിക്സഡ് മോഡൽ. M/D/I മിക്സഡ് ക്യൂയിങ് മോഡലിനാണ് M/D/I FCFS/infinity/infinity. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യൂയിങ് മോഡൽ 3 ഫസ്റ്റ് പ്രോബബിലിസ്റ്റിക് മോഡൽ, സെക്കൻഡ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ, തേർഡ് മിക്സഡ് ക്യൂയിങ് മോഡൽ. പ്രോബബിലിസ്റ്റിക് മോഡൽ 9, 10ാമത്തത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്, 11ാമത്തത് മിക്സഡ് ക്യൂയിങ് മോഡലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്യൂയിങ് മോഡൽ യൂസ് ചെയ്യുന്നത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്. ദ നെക്സ്റ്റ് അസംഷൻസ് ഓഫ് ക്യൂയിങ് മോഡൽ. ക്യൂയിങ് മോഡലിന് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ്, കസ്റ്റമേഴ്സ് ആർ അറൈവിംഗ് ഫോർ സർവീസ് അറ്റ് എ സിംഗിൾ സർവീസ് ഫെസിലിറ്റി. കസ്റ്റമേഴ്സ് അറൈവ് ചെയ്യുമ്പോൾ അത് സിംഗിൾ സർവീസ് ഫെസിലിറ്റിയിലൂടെ അറൈവ് ചെയ്യണം. അറൈവൽ റേറ്റ് ലാംഡ. സെക്കൻഡ്, സർവീസ് ടൈം ഫോളോ ഇൻ എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സർവീസ് റേറ്റ് M. സർവീസ് ടൈം നമ്മൾ എപ്പോഴും എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറൈവൽ ടൈം പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ടും സർവീസ് ടൈം എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഭാഗമായിട്ടും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സർവീസ് റേറ്റ് മ്യൂ. അപ്പോൾ മീൻ സർവീസ് റേറ്റ് അല്ലെങ്കിൽ സർവീസ് റേറ്റ് മ്യൂ കൊണ്ടും അറൈവൽ റേറ്റ് ലാംഡ കൊണ്ടുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതാണ് അസംഷൻ. തേർഡ് അസംഷൻ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ഈസ് ഫോളോഡ് ഇൻ സർവീസ് ഡിസിപ്ലിൻ. സർവീസ് ഡിസിപ്ലിൻ 3 പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, സെക്കൻഡ് ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്, ദെൻ നെക്സ്റ്റ് റാൻഡം സെലക്ഷൻ. ഇതിനകത്ത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആണെങ്കിൽ മാത്രമേ ക്യൂയിങ് സിസ്റ്റം സക്സസ് ആവുള്ളൂ. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ഈസ് ഫോളോഡ് ഇൻ ദ സർവീസ് ഡിസിപ്ലിൻ. ഫോർത്ത്, കസ്റ്റമേഴ്സ് ബിഹേവിയർ ആൻഡ് സർവീസ് ബിഹേവിയർ ആർ ഇൻ നോർമൽ. കസ്റ്റമർ ബിഹേവിയറും സർവീസ് ബിഹേവിയറും എന്താവണം? നോർമൽ ആവണം. 5ാമത്തെ അസംഷൻ, ദ വെയിറ്റിംഗ് സ്പേസ് അവൈലബിൾ ഫോർ കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ഈസ് ഇൻഫിനിറ്റ്. വെയിറ്റിംഗ് സ്പേസ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആവുന്ന വെയിറ്റിംഗ് സ്പേസ് ഇൻഫിനിറ്റ് ആണ്. ഇത്ര സ്പേസ് മാത്രം എന്ന് പറയാറുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും വരുന്നാക്കല്ല അലോ ചെയ്യാൻ പറ്റുന്ന ക്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻഫിനിറ്റ് ക്യൂ ആണെങ്കിൽ മാത്രമേ ക്യൂയിങ് തിയറി സക്സസ് ആവുള്ളൂ. സോ ദീസ് ആർ ദ 5 assumptions of queuing theory model. First, customers are arriving for service at a single facility, arrival rate lambda. Second, service time follow exponential distribution with the mean service rate mu. Next, third, first come first served is followed in the service discipline. Fourth, customers behaviors and service behaviors are in normal. Fifth, waiting space available for customers in the queuing is infinite. ഇത്രയാണ് നമ്മളെ അസംഷൻ. നെക്സ്റ്റ്, ഒന്നാമത്തെ നമ്മൾ പഠിക്കുന്നത് സിംഗിൾ ചാനൽ ക്യൂയിങ് തിയറി. സിംഗിൾ ചാനൽ ക്യൂ ആൻഡ് സിംഗിൾ സർവീസ് സ്റ്റേഷൻ. ദ മോസ്റ്റ് കോമൺ ഡിസ്ട്രിബ്യൂഷൻ ഫൗണ്ട് ഇൻ ക്യൂയിങ് പ്രോബ്ലം ഈസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. മോഡൽ 1 M/M/I is to FCFS/infinity/infinity. നമ്മൾ ഫസ്റ്റ് മോഡലായിട്ടുള്ള സിംഗിൾ ചാനൽ ക്യൂയിങ് തിയറിയാണ് പഠിക്കുന്നത്. സിംഗിൾ ചാനൽ ക്യൂ എന്ന് പറഞ്ഞാൽ സിംഗിൾ ചാനൽ ക്യൂവും സിംഗിൾ സർവീസ് സ്റ്റേഷനും, ഒരൊറ്റ ക്യൂവും ഒരു സർവീസ് സ്റ്റേഷനും മാത്രമുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ക്യൂയിങ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം SD പോയിസോൺ ആണ് ഡെവലപ്പ് ചെയ്ത്. അതുകൊണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം സിംഗിൾ ചാനൽ ക്യൂവും സിംഗിൾ സർവീസ് സ്റ്റേഷനും, ഒരൊറ്റ ക്യൂവും ഒരൊറ്റ സർവീസ് സ്റ്റേഷനും ബേസ് ചെയ്തിട്ട് നമ്മൾ
പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സിംഗിൾ ചാനൽ ക്യൂയിങ് തിയറി എന്ന് പറയും. അപ്പോൾ അതിനകത്ത് കുറേ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. ഫസ്റ്റ്, ട്രാഫിക് ഇൻറ്റൻസിറ്റി ഓർ പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി ഈസ് നോട്ട് ഐഡിയൽ. ട്രാഫിക് ഇൻറ്റൻസിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റോ അല്ലേ. അതുപോലെ തന്നെ പ്രോബബിലിറ്റി സർവീസ് ഫെസിലിറ്റി നോട്ട് ഐഡിയൽ അല്ലെങ്കിൽ അവിടെ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. പി ചെരിച്ചെഴുതി അതിനെ വിളിക്കുന്ന പേര് റോ, RHO. റോ ഈസ് ഈക്വൽ ടു ലാംഡ, മുകളത്തെ സൈനിന് ലാംഡയും താഴത്തെ സൈനിനെ മ്യൂ എന്നാണ് വിളിക്കുക. സോ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ, അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. സെക്കൻഡ്, പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി ഈസ് ഐഡിയൽ. പ്രോബബിലിറ്റി സർവീസ് ഫെസിലിറ്റി ഐഡിയൽ ആണെങ്കിൽ 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. തേർഡ്, പ്രോബബിലിറ്റി ദാറ്റ് ദർ ഈസ് n യൂണിറ്റ് ഇൻ ദ സിസ്റ്റം അറ്റ് എനി ടൈം. പ്രോബബിലിറ്റി n യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റം അറ്റ് എനി ടൈം ആണെങ്കിൽ ഇക്വേഷൻ വരിക റോ n ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. ഫോർത്ത്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിലെ കസ്റ്റമർ സിസ്റ്റം നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ വരിക LS ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഓർ റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. പി എന്ന് പറയുന്ന റോ ആണ്. LS ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഓർ റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. നെക്സ്റ്റ്, അഞ്ചാമത്തത്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ. നമ്മൾ കസ്റ്റമേഴ്സ് എത്ര ക്യൂ നമ്പർ ഉണ്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ LQ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഓർ റോ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. സിക്സ്ത്, എക്സ്പെക്റ്റഡ് ടൈം എ കസ്റ്റമർ വുഡ് സ്പെൻഡ് ഇൻ ദ സിസ്റ്റം ആണെങ്കിൽ WS ഈസ് ഈക്വൽ ടു 1 മൈനസ് വ്യൂ മൈനസ് ലാംഡ. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണേ, അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കണം. ഏവറേജ് ലെങ്ത് ഓഫ് എ നോൺ എം ടി ക്യൂ ഇൻ എ നോൺ എം ടി ക്യൂ ആണെങ്കിൽ LQ ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഓർ 1 ഡിവൈഡ് ബൈ 1 മൈനസ് റോ. The next, eighth, expected time a customer spend waiting in the queue ആണെങ്കിൽ WQ is equal to lambda divided by mu into mu minus lambda or rho divided by mu minus lambda. The next, ഒമ്പതാമത്തെ, probability of exactly n customers in the system. So rho n is equal to lambda divided by mu raised to n into 1 minus lambda divided by mu or റോ റൈസ് ടു n ഇൻറ്റു 1 മൈനസ് റോ. പി എന്ന് പറയുന്ന റോ ആണ്. പത്താമത്തത്, പ്രോബബിലിറ്റി ഓഫ് n അറൈവൽ ഇൻ ടൈം t ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ടി റൈസ് ടു n ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. 11, പ്രോബബിലിറ്റി ഓഫ് n കംപ്ലീറ്റ് സർവീസ് ഇൻ ടൈം t ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ടി റൈസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു ടി ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഇത്രയായിട്ടാണ് നമുക്ക് ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഇക്വേഷൻ ഒന്നുകൂടി പറഞ്ഞല്ലോ ടീച്ചറെ. ട്രാഫിക് ഇൻറ്റൻസിറ്റി ഓർ പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി നോട്ട് ഐഡിയൽ ആണ്. ഐഡിയൽ അല്ലെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. പി ചെരിച്ചെഴുതിയാൽ പീനെ വിളിക്കുന്ന റോ, മേളത്തെ സൈനെ വിളിക്കുന്ന ലാംഡ, താഴത്തെ സൈനെ വിളിക്കുന്ന മ്യൂ. സെക്കൻഡ്, പ്രോബബിലിറ്റി ദാറ്റ് സർവീസ് ഫെസിലിറ്റി ഐഡിയൽ ആണെങ്കിൽ 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. മൂന്നാമത്തത്, പ്രോബബിലിറ്റി ദാറ്റ് ദർ ഈസ് n യൂണിറ്റ് ഇൻ ദ സിസ്റ്റം അറ്റ് എനി ടൈം ആണെങ്കിൽ റോ n, പി എന്നെ വായിക്കുന്ന റോ n ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. നാലാമത്തത്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ആണെങ്കിൽ LS ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ റോ, പി എന്ന് പറയുന്ന റോ അല്ലേ, റോ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. അടുത്തത് അഞ്ചാമത്തത്, എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ആണെങ്കിൽ LQ അല്ലേ നമ്മൾ കാണാം. സോ LQ ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഓർ റോ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് റോ. സിക്സ്ത്, എക്സ്പെക്റ്റഡ് ടൈം എ കസ്റ്റമേഴ്സ് വുഡ് സ്പെൻഡ് ഇൻ ദ സിസ്റ്റം ആണെങ്കിൽ WS ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ. ഏഴാമത്തത്, ഏവറേജ് ലെങ്ത് ഓഫ് നോൺ എം ടി ക്യൂ ഇൻ എ നോൺ എം ടി ക്യൂ ആണെങ്കിൽ LQ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. സോ LQ ഈസ് ഈക്വൽ ടു മ്യൂ ഡിവൈഡ് ബൈ മ്യൂ മൈനസ് ലാംഡ ഓർ 1 ഡിവൈഡ് ബൈ 1 മൈനസ് പി. എട്ടാമത്തത്,
എക്സ്പെക്റ്റഡ് ടൈം എ കസ്റ്റമർ സ്പെൻസ് വെയിറ്റിംഗ് ഇൻ ദ ക്യൂ ആണെങ്കിൽ ഡബ്ല്യു ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ ഇൻറ്റു മ്യൂ മൈനസ് ലാംഡ ഓർ റോ ഡിവൈഡ് ബൈ 1 മൈനസ് ലാംഡ. 9. പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി n കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ആണെങ്കിൽ പി എൻ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്, റോ റേസ് ടു n ഇൻറ്റു 1 മൈനസ് റോ. പി ഒന്ന് ചെരിച്ചെഴുതണേ, ഞാൻ എഴുതിയില്ല, സോറി. 10. പ്രോബബിലിറ്റി ഓഫ് n അറൈവൽ ഇൻ എ ടൈം ടി ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ടി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ടി ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. 11. പ്രോബബിലിറ്റി ഓഫ് n കംപ്ലീറ്റ് എ സർവീസിന് ടൈം ആണെങ്കിൽ, ഒന്ന് അറൈവൽ ടൈമും മറ്റൊന്ന് സർവീസ് ടൈമും ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു, അറൈവൽ ടൈം എപ്പോഴും ലാംഡ കൊണ്ടും സർവീസ് ടൈമും മ്യൂ കൊണ്ടുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അത്ര ഓർമ്മിച്ചാൽ മതി. ബാക്കിയൊക്കെ ഇക്വേഷൻ സെയിമാണ്. മ്യൂ ഇൻറ്റു ടി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് മ്യൂ ഇൻറ്റു ടി ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഇത്രയാണ് നമുക്ക് ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഒന്നും കൂടി റിവ്യൂ ചെയ്യാം. നമ്മളിന്ന് പറഞ്ഞത് ക്യൂയിങ് തിയറിയുടെ കസ്റ്റമർ ബിഹേവിയർ ആണ്. ഫസ്റ്റ് വാൾക്കി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ജോയിൻ എ ക്യൂ ആണ്. കൊളീഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം ക്യൂവിൽ നിൽക്കുക, ബാക്കി ആൾക്കാർ പുറത്ത് നിൽക്കുക. റേഞ്ചിങ് എന്ന് പറഞ്ഞത് ഇമ്പാർഷ്യൽ കസ്റ്റമേഴ്സ് ആണ്. മറ്റൊന്ന് ജോക്ലിംഗ്, ഒരു കസ്റ്റമർ ഒരു ക്യൂന്ന് നിന്ന് മറ്റൊരു ക്യൂവിലേക്ക് മൂവ് ചെയ്യാം. മറ്റൊന്ന് ജനറൽ സ്ട്രക്ചർ ഓഫ് ക്യൂ, നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ ഓഫ് എ സർവീസ് സിസ്റ്റം, എ സിംഗിൾ സർവീസ് ഫെസിലിറ്റി, സിംഗിൾ ക്യൂ സിംഗിൾ സർവീസ്. സെക്കൻഡ് മൾട്ടിപ്പിൾ പാരലൽ സർവീസ് സിംഗിൾ ക്യൂ എന്ന് പറഞ്ഞാൽ 1 ക്യൂ മൾട്ടിപ്പിൾ സർവീസ് ഫെസിലിറ്റി മൾട്ടിപ്പിൾ എക്സിസ്റ്റ്. തേർഡ് മൾട്ടിപ്പിൾ പാരലൽ ഫെസിലിറ്റി വിത്ത് മൾട്ടിപ്പിൾ ക്യൂ, മൾട്ടിപ്പിൾ ക്യൂ മൾട്ടിപ്പിൾ സർവീസ് ഫെസിലിറ്റി മൾട്ടിപ്പിൾ എക്സിസ്റ്റ്. 4. സർവീസ് ഫെസിലിറ്റി ഇൻ എ സീരീസ്, 1 ക്യൂ then 1 സർവീസ് സ്റ്റേഷൻ then another queue then സർവീസ് സ്റ്റേഷൻ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ക്യൂയിങ് സിസ്റ്റം. നമ്മൾ ഫസ്റ്റ് ക്യൂ ലെങ്ത് എൽ ക്യൂ, ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ക്യൂ ആണ്. സെക്കൻഡ് സിസ്റ്റം ലെങ്ത് ആണ്. സിസ്റ്റം ലെങ്ത് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് LS കൊണ്ടാണ്. സോ LS എന്ന് പറയുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം ആണ്. തേർഡ് വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ, WQ ആവറേജ് ടൈം ദാറ്റ് എ കസ്റ്റമേഴ്സ് ഹാസ് ടു വെയിറ്റ് ഇൻ ദ ക്യൂ ആണ്. ഫോർത്ത് ടോട്ടൽ ടൈം ഇൻ ദ ക്യൂ, WS ആണ്. WS എന്ന് പറഞ്ഞാൽ ആവറേജ് ടൈം ദ കസ്റ്റമേഴ്സ് സ്പെൻഡ് ഇൻ ദ സിസ്റ്റം ആണ്. ഫിഫ്ത്ത് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഒരു ട്രാഫിക് ഇന്റൻസിറ്റി, റോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക, ലാംഡ ഡിവൈഡ് ബൈ മ്യൂ. സിക്സ്ത് സർവീസ് ഐഡിൽ ടൈം. നെക്സ്റ്റ് സിമ്പിൾസ് ആൻഡ് നോഷൻസ് ആണ്. n നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, ലാംഡ എന്ന് പറഞ്ഞാൽ അറൈവൽ റേറ്റ് ആണ്. LS എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, LQ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഇൻ ദ ക്യൂ. എക്സ്പെക്ടഡ് നമ്പറിന് പകരം ആവറേജ് നമ്പർ എന്നും പറയാം. WS ആവറേജ് വെയിറ്റിംഗ് ടൈം both waiting and service. WQ average waiting time of a customers in the queue. Rho or traffic intensity is equal to lambda divided by mu. Average rate of arrival divided by average rate of service. Mu is equal to mean or service rate. Next classification of queuing model, mainly 3 model: probabilistic queuing model, deterministic and mixed model. Assumption of queuing model. First, customers are arriving for service at a single service facility, that is arrival rate lambda. Second, service time follow in the exponential distribution with the mean arrival at mu. Third, first come first served is followed the service discipline. Fourth, customers behaviors and service behaviors are in normal. Fifth, waiting space available for customers in the queue is infinite. Next, single channel queuing theory, single queue single service station. Then first model first ആണ്. ഒന്നാമത്തെ traffic intensity or probability that service facility is not idle, rho is equal to lambda divided by m. Idle ആണെങ്കിൽ 1 minus lambda divided by mu. Probability n unit in the system at any time ആണെങ്കിൽ rho n is equal to lambda divided by mu whole square into 1 minus lambda divided by mu. Fourth, expected number of customers in n system ആണെങ്കിൽ LS is equal to lambda divided by mu minus lambda or rho divided by 1 minus rho. Next, expected number of customers in the queue, LQ is equal to lambda square divided by mu into mu minus lambda or rho square divided by 1 minus rho.
Sixth, expected time in customers would spend in the system ആണെങ്കിൽ WS is equal to 1 divided by mu minus lambda. Eighth, average length of non-empty queue ആണെങ്കിൽ LQ is equal to mu divided by mu minus lambda or 1 divided by 1 minus rho. Eighth, the expected time customers spend waiting in the queue, WQ is equal to lambda divided by mu into mu minus lambda or P divided by mu minus lambda. 9. Probability of exactly n customers in the system, rho n is equal to lambda divided by mu whole square into 1 minus lambda divided by mu or rho raised to n into 1 minus rho. 10. Probability of n arrival in time t is equal to lambda into t raised to n into e raised to minus lambda into t divided by n factorial. 11. Probability n complete service in time t is equal to mu into t into mu into t raised to n into e raised to minus mu into t divided by n factorial. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.